Hello everyone, welcome back to our YouTube channel Lenu Sanju Dreams. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഞാനും അച്ഛനും അമ്മയും വാവയും കൂടെ ഇസ്കോൺ ടെമ്പിളിൽ പോവാണ്. ബാംഗ്ലൂർ കുറേ നാളായിട്ട് ഉള്ളതാണെങ്കിലും കൂടി ഇസ്കോൺ ടെമ്പിളിൽ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തതാണ് ഞാൻ പോയാലോ, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തതാണ് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പോയാലോ എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ വൈ നോട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇസ്കോൺ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ അവന് ശ്രീകൃഷ്ണൻ്റെ പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ബിക്കോസ് വി ആർ ഗോയിങ് ടു രാധാകൃഷ്ണ ടെമ്പിൾ. അതുകൊണ്ട് അപ്പോൾ അവൻ്റെ ഫേവറേറ്റ് ടോയാണ് കേട്ടോ അത്, ഈ കറണ്ട് ഫേവറേറ്റ് ഈ ഡക്ക്, റെഡ് ഡക്ക്. അപ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിഡ്സ് വിൽ ഗെറ്റ് ബോർഡ് സംടൈംസ് while traveling or anything, but he is a traveling freak. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടിരിക്കുന്നത് ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ്. ലേറ്റർ ഇൻ ദ ടൈം ഇറ്റ് മൈറ്റ് ചേഞ്ച് ഓൾസോ. അപ്പോൾ അങ്ങനെ സോ നമ്മൾ ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ക്യാമറയിലെല്ലാം ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദ വ്യൂ. ഈ ഒരു വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ ആട്ടോ. ക്യാമറയിലൊന്നും കിട്ടുന്നത് പോലെയൊന്നുമല്ല, നല്ല അടിപൊളിയായിട്ട് കാണാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട്, പൈസ കൊടുത്ത് ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്. അവിടെ ഇരുന്നിട്ട് നമ്മളടുത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെരുപ്പ് വെക്കാൻ പറ്റുന്ന സ്ഥലവും അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു പാത്ത് വേ ഉണ്ട് കേട്ടോ, നടക്കാൻ വേണ്ടിയിട്ടുള്ള. ആ പാത്ത് വേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാത്ത് വേ ആണത്. ഫുള്ള് രാധാകൃഷ്ണ ടെമ്പിളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറേ സ്റ്റെപ്സ് നമ്മൾ കയറി കഴിഞ്ഞാലാണ് അവിടെ റീച്ച് ആവുക കേട്ടോ. ഇത് നമ്മൾ നാട്ടിൽ കൊടിമരം എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. അപ്പോൾ ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ രാധാകൃഷ്ണ ടെമ്പിൾ എന്ന്. അപ്പം ഞങ്ങൾ അവിടെ എത്തി. അപ്പം ജസ്റ്റ് എന്താണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ പാർക്കിങ്ങും ആയാലും എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫൈനലി ഞാനിവിടെ മുകളിൽ കയറി, എല്ലാവരും നമ്മൾ ഒരുമിച്ച് മുകളിൽ കയറി നമ്മൾ ജസ്റ്റ് ആ വ്യൂ മൊത്തത്തിലൊന്ന് കാണുകയാണ്. കുറേ ഭയങ്കര അടിപൊളിയായിട്ടാണ് അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഇരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ളതാണല്ലോ. അപ്പം നമുക്ക് ഉള്ളിലോട്ട് വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല. ഞാൻ ഇവിടെ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് മാഡം അലൗഡല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി. ഫുള്ളൊരു ഗോൾഡിൽ കവർ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ മുന്നിൽ. ഇതാണ് രാധാകൃഷ്ണ ടെമ്പിളിലുള്ള പ്രസാദം, ശ്രീകൃഷ്ണ പ്രസാദം. കേക്ക് ഉണ്ട് കേട്ടോ. കേക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പ്രസാദമായിട്ട് കഴിക്കുന്നതും വാങ്ങണതും. ഇത് ഒരു ലഡുവാണ്. അപ്പം മോന് ചെറിയ ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രസാദം ആയതുകൊണ്ട്. അപ്പം അങ്ങനെ അപ്പം ശ്രീകൃഷ്ണൻ്റെ ഓരോരോ കാര്യങ്ങളും അവിടെ ഓരോരോ ചേഞ്ചിങ് ബോഡീസും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ ഈ രാധാകൃഷ്ണ ടെമ്പിൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഒരു തോട്ട് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതിനു വേണ്ടി എന്തൊക്കെ അവർ ചെയ്തു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കന്നഡയിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, വിച്ച് എനിക്ക് വായിക്കാൻ അറിയില്ല കന്നഡ, അതുകൊണ്ട് അറിയില്ല പറഞ്ഞു തരാൻ. അപ്പോൾ അവിടെ കുറേ ശ്രീകൃഷ്ണ സ്റ്റാച്യൂസും ചെറിയ ചെറിയ ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവും ആയിരുന്നു. കാരണം ഈ ഒരു ഇസ്കോൺ ടെമ്പിൾ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഡിവോട്ടീസും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ആയിട്ട് അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഭയങ്കര ഷോപ്സും കാര്യങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് ആ ദർശനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ലെമൺ റൈസ്, സമോസ, വെജ് റോള്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട് അതിന് വേണ്ടി. ഫ്രൂട്ട്സ് ഉള്ളവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം അങ്ങനെ. അപ്പം ഞാൻ മോന് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ എന്താണ് ഈ ഒരു ആംബിയൻസിലൊക്കെ അവന് അങ്ങനെ ഒരു ക്രൗഡൊന്നും ഒരു വലിയ വിഷയം ഇപ്പം അറ്റ് ദ മൊമെൻറ്റ് ഇല്ല കേട്ടോ. എല്ലാം ഞാൻ അറ്റ് ദ മൊമെൻറ്റ് പറയുന്നത് കിഡ്സ് വിൽ ഗ്രോ ആൻഡ് ദേ വിൽ ചേഞ്ച്, ദേ നേച്ചർ ഓൾസോ വിൽ ചേഞ്ച്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. അവിടെ വെച്ചിരിക്കുന്ന സ്റ്റാച്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടു. മോന് ഫുഡ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു. പിന്നെ പിന്നെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ
എന്താണ് വലിയ ഭയങ്കര ഫ്ലേവേർഡാണ്, ടേസ്റ്റി ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് വാസ് ഓക്കെ. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിഞ്ഞു അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടെന്ന്. അതൊരു ദാൽ കിച്ചടി പോലത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ. എനിക്കറിയില്ല കറക്റ്റ്ലി എന്താണ് സംഭവം എന്ന്, ബിക്കോസ് അതിൻ്റെ പേരൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. അപ്പം അതിൽ എന്താണ് ഈ ചെറുപയർ പരിപ്പ്, മൂങ് ദാൽ അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ചെറിയൊരു ഇലയുടെ ഒരു ബൗള് പോലത്തെ സാധനത്തിലാണ് കേട്ടോ അവരത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും മേടിച്ചിട്ട് കഴിക്കാൻ പറ്റും, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ഒരു ഔട്ടർ വ്യൂ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. If you like this video, do like, share and subscribe to our channel. Thank you for watching.